ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ PV അൻവറുടെ വാർത്താ സമ്മേളനം തുടങ്ങുന്നത്. ആ സമയത്ത് PV അൻവർ ഇതിൻ്റെ തുടക്കകാലത്തേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഒന്ന്, ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ട്, ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യം. റിദാൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട കാര്യം. ഈ പറഞ്ഞ മരമുറിയുമായി ബന്ധപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട കാര്യം. ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ PV അൻവർ പിന്നോട്ട് പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യത്തിൻ്റെ അകത്തും PV അൻവർ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അടിയുടെ തുടക്കം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിന്നാണ്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയെ ചേർത്ത് പിടിച്ചോണ്ടുള്ള സംസാരങ്ങളായിരുന്നു PV അൻവർ നേരത്തെയും എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹത്തെ കള്ളനാക്കാൻ ഇപ്പോൾ ആരാണെന്ന് സമ്മതിക്കുക. കാരണം അദ്ദേഹം ഈ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട് മുന്നോട്ട് വന്ന MLA അല്ലേ. ആ MLA കള്ളക്കടത്തുകാരനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ ചോർത്തി അന്വേഷണം വരാൻ പോവുകയാണ്, നിങ്ങൾ അന്വേഷിച്ച ഒരു ഭീഷണിയുടെ സ്വരം പുറത്തേക്ക് വിട്ടത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ആ മുഖ്യമന്ത്രിയുടെ ഭാഗം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ RSSുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അകത്ത് RSS പൂരം കളിക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൃശ്ശൂർ വന്നിട്ട് PV അൻവറിനെ ഉന്നം വെച്ച് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പിന്നെ എന്തിനാ PV അൻവർ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട കാര്യമുള്ളത്? അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഈ പറഞ്ഞ PV അൻവറിൻ്റെ ഏകദേശം 8ഓളം പത്രസമ്മേളനം നമ്മൾ കണ്ടല്ലോ. ഈ 8ഓളം പത്രസമ്മേളനത്തിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് പോലും PV അൻവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ആളാണെന്നുള്ള നിലയ്ക്ക് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്, PV അൻവർ എന്നുള്ള നിലയ്ക്ക്. അതിനൊക്കെ ഒപ്പം പറയുന്നത് അന്നേരം എല്ലാം ഈ PV അൻവർ എടുത്ത് മുന്നോട്ടിടുന്നത് P ശശിനെയാണ്. P ശശികാരനാണ്. കാരണം അത് ഈ പറഞ്ഞ ഇന്ന് പത്രസമ്മേളനത്തിൽ ഇത്രയും കാര്യങ്ങൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ PV അൻവർ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല മുൻപ് P ശശിനെ കുറിച്ച് പറഞ്ഞത്. കാരണം എന്താണ്? മുഖ്യമന്ത്രിയെ സംരക്ഷിക്കണം എന്നുള്ളൊരു മാനസിക തീരുമാനമെടുത്തതിന് ശേഷമാണല്ലോ. ആ മാനസിക തീരുമാനത്തിൽ നിന്ന് PV അൻവർ പിന്നോട്ട് പോയി. കാരണം എന്തുകൊണ്ടാണ്? എന്നെ സംരക്ഷിക്കാത്ത മുഖ്യമന്ത്രി, ഞാൻ പറയാത്ത മുഖ്യമന്ത്രി, ഞാൻ കടത്തുകാരനാണെന്ന് പറയാത്ത മുഖ്യമന്ത്രി, ഞാൻ എന്തിനാ സംരക്ഷിക്കുന്നത് എന്നുള്ള നിലയ്ക്കെടുക്കുന്നത് സ്വാഭാവിക മനുഷ്യനീതിയല്ലേ. ആ മനുഷ്യനീതിയിലേക്ക് പറയുന്ന ഈ PV അൻവർ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഇന്നിപ്പോൾ ഈ മഞ്ഞ ഓൺലൈൻ്റെ കാര്യം പറഞ്ഞല്ലോ. മഞ്ഞ ഓൺലൈൻ ആണ് ശരിയാണെന്ന് ഒരു പാർട്ടി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് PV അൻവറുടെ ഭാഗം. അങ്ങനെ പാർട്ടി തീരുമാനിച്ച ഭാഗം ശരിയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ കോട്ടെടുത്ത് സംസാരിച്ചുകൂടെ? ഈ പറഞ്ഞ മഞ്ഞ ഓൺലൈനിൽ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് നടന്നിട്ടില്ല. അവനെതിരെ കേസെടുത്തിട്ട് അതിൻ്റെ FIR ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംരക്ഷണം ചെയ്യുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്ന് ഈ PV അൻവർ ഇത്രയും നാളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഭാഗം ഇപ്പം PV അൻവർ ആ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലേ? കാരണം അവരാണല്ലോ ശരി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അദ്ദേഹത്തെ സംരക്ഷിച്ചില്ലേ. ആ സംരക്ഷിച്ച ഭാഗത്ത് എന്തുകൊണ്ട് PV അൻവർ നിന്നുകൂടാ? അപ്പോൾ അങ്ങനെ ഒരു ലൈനിലേക്ക് പാർട്ടി മാറി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു എത്രയോ വർഷങ്ങളായി ഈ പറഞ്ഞ 8 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവുന്നു ഈ ഓൺലൈൻ സ്ഥാപനം ഈ പറഞ്ഞ പാർട്ടിക്കും ഈ എതിരെ മുഖ്യമന്ത്രിക്കും എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം പാർട്ടിയുടെ കൂടെ നിന്ന സമയങ്ങളിലെല്ലാം ആത്മാർത്ഥതയോടുകൂടി നിന്നെന്ന് ഞാൻ വിചാരിക്കുന്നത്. PV അൻവർ 8 വർഷം പാർട്ടിയുടെ കൂടെ നിന്ന കാലയളവിൽ മുഴുവൻ ആത്മാർത്ഥതയോടുകൂടി നിന്നിട്ടുണ്ട്. ഏത് സമയത്താണ് PV അൻവർ പാർട്ടീനെ തള്ളി പറഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രി പ്രതിരോധത്തിലായ സമയങ്ങളിലെല്ലാം PV അൻവർ ഇറങ്ങി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ലേ? അപ്പോൾ അന്നേരം ഈ പറഞ്ഞ കള്ളക്കടത്തുകാരനായിട്ടും കയ്യേറ്റക്കാരനായിട്ടും കൊലപാതകിയായിട്ടും ഈ പറഞ്ഞ പ്രതിപക്ഷം ന്യായീകരിച്ച സമയത്ത് എല്ലാം ഈ പറഞ്ഞ പാർട്ടിയല്ലേ സംരക്ഷിക്കാൻ ഇറങ്ങിയത്? അന്ന് മുഴുവൻ പാർട്ടിക്ക് അനുകൂലമായിട്ടല്ലേ നിന്നിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പം അൻവറിൻ്റെ സ്ഥാനത്ത് അൻവറിന് വേറെ മാർഗ്ഗമില്ലാന്നേ. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നുണയാണ്. നിങ്ങൾ ഈ പറയുന്ന പോലീസ് സേനയെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം ഇതേ പോലീസ് കൊടുത്ത റിപ്പോർട്ട് ഏതോ 900 ഗ്രാം ഒരു കിലോ സ്വർണം പിടിച്ചതിൻ്റെ അകത്ത് ഡ്രസ്സ് കത്തിച്ചപ്പം 800 ഗ്രാമേ കിട്ടിയുള്ളൂ. ഇതല്ലല്ലോ PV അൻവറിൻ്റെ ആരോപണം. PV അൻവർ ആരോപണം മുഖ്യമന്ത്രി ഒറ്റ വാക്കിൽ പറഞ്ഞ് നിങ്ങൾ തിരിച്ചു നിർത്തി എടുത്തുകൊണ്ട് വരുന്ന വാർത്തകളുടെ പുറയിൽ നിൽക്കുന്നത് പോലെ അത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ 800 ഗ്രാം സ്വർണ്ണേ കിട്ടിയുള്ളൂ. ആ സ്വർണ്ണത്തിൻ്റെ അകത്ത് കറക്റ്റ് റിപ്പോർട്ടിങ്, അതിന് നിങ്ങൾ കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുന്ന വിഭാഗമാണ് ഇതിൻ്റെ വാർത്തയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ പിന്നിൽ എന്ന് പറഞ്ഞാൽ ആ കള്ളക്കടത്തുകാരനായി മാറി അൻവർ. ഈ ആരോപണം ഉന്നയിച്ചത് അൻവറല്ലേ? അപ്പോൾ ആ ആരോപണം ഉന്നയിച്ച അൻവറെ കള്ളക്കടത്തുകാരനായി പ്രതിഷ്ഠിക്കുന്ന മുഖ്യമന്ത്രിനെ ഈ പറഞ്ഞ RSSുമായി ചർച്ച നടത്തി പൂരം കലക്കി എന്ന് പറയുന്ന അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയെ ഈ പറഞ്ഞ ഇതിനെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഇതുപോലും അന്വേഷണം പോലും നടത്താതെ ഒരു പാർട്ടി വന്നിട്ട് പറയുകയാണ് അങ്ങനെ ഒരു അന്വേഷണമേ ഇല്ല, അവർക്ക് ക്ലീൻ ചീട്ട് കൊടുക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ കൂടെ എങ്ങനെ PV അൻവറിന് പിന്നെ നിൽക്കാൻ പറ്റുക?
അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടെ ഈ പറഞ്ഞ പാർട്ടിയോ അല്ലെങ്കിൽ പറഞ്ഞ മുഖ്യമന്ത്രിയോ നോക്കണ്ടായിരുന്നോ? അറ്റ്ലീസ്റ്റ് ഇതാ 2 ആരോപണങ്ങളാണല്ലോ മെയിൻ അജിത് കുമാറിനെതിരെ ആരോപണം, 2 വിജിലൻസ് അന്വേഷണ ആരോപണങ്ങളാണല്ലോ പറഞ്ഞത്. ആ അന്വേഷണത്തിൻ്റെ അകത്ത് അതാണ് ഇന്ന് പി.വി. അൻവർ പറഞ്ഞ് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച കാര്യം. 61 ലക്ഷം രൂപ ക്യാഷായി ട്രാൻസാക്ഷൻ നടത്തിയ സ്ഥലത്ത് 61 ലക്ഷം രൂപേൻ്റെ പിന്നെ ഒരു 35 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് 10 ദിവസത്തിനുള്ളിൽ മറിച്ച് 61 ലക്ഷം രൂപയ്ക്ക് വിറ്റ സ്ഥലത്ത് അന്വേഷിക്കാൻ 6 മാസം സമയം കൊടുക്കുകയാണ് പിന്നെ വിജിലൻസ് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ? അത് ഏത് പൊട്ടക്കണെന്ന് മനസ്സിലാവില്ലേ? അത് അൻവർ ആവേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണെന്ന് തീരുമാനിക്കുകയാണ്. ഇനി DGP സെയിം സ്വന്തം ആയിട്ട് എനിക്കെതിരെ ഒരു ആരോപണം വന്നു. ഞാൻ തന്നെ അന്വേഷിച്ചു, ഞാൻ തന്നെ DGPക്ക് റിപ്പോർട്ട് കൊടുത്തു. DGP കവർ ലെറ്റർ കൊടുക്കുകയാണ് ആ റിപ്പോർട്ടിൻ്റെ മേലെ ഇതിലേതൊരു അന്വേഷണം വേണമെന്ന്. ആ അന്വേഷണത്തിന് മേലെ ആ ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുകയാണ്. CPIൻ്റെ മുഖപത്രമായ ജനയുഗം പറയുകയാണ് ഈ പറഞ്ഞ സംവിധാനം മുഴുവൻ പച്ചക്കള്ളാണെന്ന്. ഈ പറഞ്ഞ CPMൻ്റെ ഘടകകക്ഷിയല്ലേ അത്? അപ്പം ഇതിപ്പോൾ നമ്മൾ അൻവറിനെ മാത്രം പിന്നെ അൻവർ പറഞ്ഞത് ശരിയാണ് എന്നുള്ള തെറ്റാണെന്നുള്ള നിലപാട് സ്വീകരിച്ച് പോകാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒറ്റ കാരണം കൊണ്ടുള്ളൂ, ഈ പറയുന്ന പാർട്ടീനെ തള്ളുന്ന ഒരു നിലപാട് ഈ പറഞ്ഞ മിനിഞ്ഞാന്ന് വരെ എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ. കാരണം അദ്ദേഹം എല്ലാം ഈ പാർട്ടി പറയുന്നതും കേട്ട് എല്ലാം പച്ചമുച്ച മുടക്കി പോയി നിന്ന ആളല്ലേ. ഈ പച്ചമുച്ച മുടക്കി നിന്ന ആൾക്ക് ആ ഒരു ഔചിത്യം ഒരാൾ കാണിക്കുമ്പോൾ തിരിച്ച് ആ ഔചിത്യം തിരിച്ചും കാണിക്കണ്ടേ? കാരണം ഒറ്റ വാക്കിൽ മുഖ്യമന്ത്രിക്ക് തീരുമല്ലോ. ADGPക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്, P. ശശിക്കെതിരെ പാർട്ടിക്കാണല്ലോ പരാതി, പാർട്ടി അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സ്വീകരിച്ച നിലപാടെന്താ? മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടെന്താ? ഞാനൊരു പാർട്ടിക്കാരനും കൂടിയാണല്ലോ, അപ്പോൾ ഞാൻ പാർട്ടീൻ്റെ കാര്യം കൂടെ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അത് ഇന്ന് ഊട്ടിയുറപ്പിക്കപ്പെട്ടില്ലേ? P. ശശിക്കെതിരെ ഒരു നടപടിയില്ല. പാർട്ടി പറയേണ്ട പിന്നെ നിലപാട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അതുകൊണ്ടാണ് ഇന്ന് P.V. അൻവറിന് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. ഈ ഗോവിന്ദൻ മാഷ് ഈ പറഞ്ഞ പിന്നെ സംസ്ഥാന സമിതി കഴിഞ്ഞതിന് ശേഷം പത്രസമ്മേളനത്തിൽ ഈ പറഞ്ഞ പാർട്ടി നിലപാട് പറയുന്നതിന് മുന്നേ തന്നെ മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞു കഴിഞ്ഞു ഈ P. ശശിക്കെതിരെ. അപ്പോൾ ആ പറയുന്ന P. ശശിക്ക് അപ്പോൾ അതിനെന്താ, അത് സിംഗിൾ മാൻ പാർട്ടിയായിട്ട് ഈ സംവിധാനം മാറിയില്ലേ? അത് P.V. അൻവർ പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി മാറിയില്ലേ? അപ്പം ഇതിൻ്റെ ആംഗിൾ സെറ്റ് ഇപ്പം ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കാരണം ഇനി പാർട്ടിക്ക് വേറെ മാർഗ്ഗമില്ല. ഇനി പാർട്ടിക്ക് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിനെയും ഈ P. ശശിനെയും പാർട്ടീനെയും പ്രതിരോധിക്കുകയല്ലാതെ വേറെ മാർഗ്ഗം ഇനിയില്ല. ഇനി ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇനിയെങ്കിലും ഈ പറഞ്ഞ P.V. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴും എവിടെ ഇവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്നറിയോ? ഞാൻ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാം. ഈ അജിത് കുമാറിൻ്റെ കേസിൻ്റെ അകത്ത് RSSുമായി ബന്ധപ്പെട്ട് പൂരം കലക്കിയതിൻ്റെ അകത്ത് എന്ത് നിലപാട് പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റും? പറയാമായിരുന്നു. ഒരു അക്ഷരം പറയാൻ പറ്റില്ല. ഇപ്പോഴും ആ നിലപാട് നേരത്തെ സ്മൃതി അരുൺ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ 4 കേസുകളുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന ആൾ ക്രമസമാധാന ചുമതലയുടെ ചാർജിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. ജസ്റ്റ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 99% പ്രശ്നം തരും. 99% മാറ്റി നിർത്തിയാൽ ഇപ്പോഴേ അറിഞ്ഞുള്ളൂ എന്ന ചോദ്യം ഉണ്ടാവും. അതെ ഞാൻ പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞു. ആ സ്റ്റേജ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ മാർഗം എന്ന് പറയുന്നത് 1.25 കൊല്ലം സഹിക്കുക, പറയുന്നത് മുഴുവൻ കേൾക്കുക. CPMൻ്റെ ചരിത്രത്തിൽ, ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരാളെ സ്വന്തം പാളയത്ത് നിന്ന് ഇറക്കി വിട്ടിട്ടില്ല. സ്വന്തം പാളയത്ത് നിന്ന് ഇത് പുറത്താക്കാനും പറ്റില്ല. കാരണം സ്വതന്ത്ര MLA ആണ്. അകത്തേക്ക് എടുക്കാനും പറ്റില്ല, പുറത്തേക്ക് ആക്കാനും പറ്റില്ല. പാർലമെന്റ് പാർട്ടി യോഗത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിയമസഭയിൽ പോകുമ്പോൾ സ്പേസ് കൊടുക്കണ്ടേ, സംസാരിക്കാൻ സ്പേസ് കൊടുക്കണ്ടേ? ഈ മൈക്കും ക്യാമറയും ഈ പറഞ്ഞ ചാനലുകാരും മുഴുവൻ അവരെ മുന്നിൽ നിൽക്കുകയായിരിക്കും. കാരണം ഒരു പ്രതിപക്ഷത്തിന് അർത്ഥമില്ലാത്ത ഒരു വലിയ ടീമിനെ കിട്ടി, ഒരു പണിയെടുക്കാതെ. അത് ഇനി 1.25 കൊല്ലം സഹിക്കാന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു മാർഗ്ഗം ഇതിന് മേലെയില്ല എന്നുള്ളതാണ്. ഒരു പണി എടുക്കാതിരിക്കുന്ന പ്രതിപക്ഷത്തിന് നല്ല ആയുധം കിട്ടി. ഇനിയിപ്പം അൻവറെ സഹിക്കുന്ന പ്രതിപക്ഷത്തെ സഹിക്കുന്നത് മാത്രം പോരാ, അൻവറെ സഹിക്കുകയും വേണം. ആരാ MLA ആക്കാൻ കൂട്ടുന്നേ? ഇദ്ദേഹത്തെ MLA ആക്കാൻ നിന്നത് ഈ പാർട്ടിയാ. അപ്പം ഈ വേറൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, മലപ്പുറം ന്യൂനപക്ഷം മേഖലയുണ്ടല്ലോ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് മുസ്ലിം മേഖലയിൽ ഉണ്ടാക്കുന്ന വിള്ളൽ ഇത് ചെറിയ വിള്ളലായിരിക്കും. ഈ പാർട്ടിക്ക് ഉണ്ടാകുന്ന വിള്ളൽ ചെറിയ വിള്ളലായിരിക്കില്ല, വലിയ ഡാമേജ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് അവിടെ KT ജലീലും അബ്ദുൾ റഹ്മാനും PV അൻവറും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഇടതുപക്ഷത്തോട് അടുപ്പിച്ച് നിർത്തുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണയ്ക്ക് ഒരു വലിയ വിള്ളലുണ്ട്. Meet the editors.